തിരുവനന്തപുരം ചിറയിൻകീഴിൽ ബി.ജെ.പി. പ്രവർത്തകന്റെ വാഹനങ്ങൾ കത്തിനശിച്ച നിലയിൽ ബി.ജെ.പി. പ്രവർത്തകനായ ബാബുവിന്റെ വാഹനങ്ങളാണ് കത്തിനശിച്ചത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം പണ്ടകശാലയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബാബുവിന്റെ സഹോദരി പുത്രിയുടെ വീടിന് നേരെയും അതിക്രമം ഉണ്ടായിരുന്നു. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഇതൊരു രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ നടന്ന ഒരു അക്രമമായി തന്നെയാണോ പ്രാഥമികമായി വിലയിരുത്തുന്നത്? എന്തായാലും ബി.ജെ.പി. പ്രവർത്തകന്റെ വാഹനങ്ങളാണ് കത്തി നശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ സഹോദരി പുത്രി മത്സരിക്കുന്ന ആ ഭാഗത്തും അതിക്രമം നടന്നിരുന്നു. അതുകൊണ്ട് പോലീസ് നൽകുന്ന ചില സൂചനകൾ എങ്ങനെയാണ്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണ് ഇത്തരത്തിലൊരു അതിക്രമം നടത്തിയതെന്നൊരു പ്രാഥമിക വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് ഉൾപ്പെടെയുള്ളത് എന്ന് തന്നെയാണ്. ചിറയൻകീഴ് പോലീസാണ് സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് സംഭവം. അഗ്നിശമന സേന എത്തുന്നതിന് മുൻപ് തന്നെ ഈ വാഹനങ്ങൾ കത്തിയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ രാഷ്ട്രീയ വൈരാഗ്യം ആണ് എന്നത് സ്ഥിരീകരിക്കുന്ന കുറച്ച് തെളിവുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത്, ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബാബുവിന്റെ വീട്ടിലേക്ക് കുറച്ച് പേർ അന്വേഷിച്ചെത്തുകയും ഇത് തന്നെയാണോ വീട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് അവിടുത്തെ പ്രദേശവാസികൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹെൽമറ്റ് ധരിച്ചെത്തിയ ആളുകളാണ് വീട് ഇതാണോ എന്ന് സ്ഥിരീകരിച്ചത് എന്നും ഫോൺ നമ്പറും മറ്റും അന്വേഷിച്ചിരുന്നു എന്ന മൊഴി നൽകിയതായി നാട്ടുകാർ മൊഴി നൽകിയതായി ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. ചിറയൻകീഴ് 17-ാം വാർഡായ പണ്ടകശാലയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബാബുവിന്റെ സഹോദരി പുത്രിയായ ടിൻഡുവിന്റെ വീടിന് നേരെയും കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു അതിക്രമം ഉണ്ടായിരുന്നു. പിന്നീട് പോലീസിൽ പരാതി നൽകിയെങ്കിലും വലിയ രീതിയിലുള്ള ഒരു നടപടി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആരാണ് ഇത്തരത്തിൽ വീടിന് തീ വെച്ചത് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഷെഡിൽ നിർത്തിയിട്ട വാഹനങ്ങളാണ് കത്തി നശിച്ചിരിക്കുന്നത്. കാർ ഷെഡിലാണ് വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നത്. ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് കത്തി നശിച്ചത്. അപ്പോൾ തന്നെ ആറ്റിങ്ങൽ ഫയർഫോഴ്സിനെ വിവരമറിയിച്ചു. അഗ്നിശമന സേന എത്തുന്നതിന് മുൻപേ ഈ വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്ന് തന്നെയാണ്. സമാനമായ രീതിയിൽ ഇത്തരത്തിൽ 2 സംഭവങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഇവർ, അതായത് സഹോദരി പുത്രിയാണ്, സ്ഥാനാർത്ഥിയാണ്, വലിയ രീതിയിലുള്ള ഭീഷണികളൊക്കെ ഉണ്ടാകുന്നു എന്നും അന്ന് ടിൻഡു പ്രതികരിച്ചതും നമ്മൾ ഓർക്കുന്നുണ്ട് രോഹിണി. എന്തായാലും പോലീസ് അന്വേഷണം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അജ്ഞാതർ വന്ന് ഇത് തന്നെയാണോ ബാബുവിന്റെ വീട് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു അതിക്രമത്തിന് പിന്നിൽ എന്നൊരു ആരോപണമാണ് ശക്തമാകുന്നത് രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഈ രാഷ്ട്രീയ വൈര്യത്തിന്റെ പേരിൽ ഇങ്ങനെയൊക്കെയുള്ള അതിക്രമങ്ങൾ നടത്തുന്നത് ആരായാലും അത് പ്രതിഷേധാർഹമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആരോഗ്യകരമായ ഒരു മത്സരമാണ് ഏതവസരത്തിലും കാഴ്ചവെക്കേണ്ടത്. അതിന് അല്ലാതെ അല്ലെങ്കിൽ അതിന് മുതിരാതെ ഇത്തരത്തിൽ ബി.ജെ.പി. പ്രവർത്തകരുടെയൊക്കെ വീട് കേന്ദ്രീകരിച്ച് അവരുടെ വാഹനങ്ങളൊക്കെ തീ കത്തിച്ച് നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം മോശമായ കാര്യം എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. എപ്പോഴും ആശയം കൊണ്ട് നേരിടുന്നതാണ് ഉചിതം. നമുക്ക്